പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയ ദൃശ്യങ്ങൾ. പറയുമ്പോൾ ഇതൊക്കെ ആലോചിക്കേണ്ട, ഇതൊക്കെ ഞങ്ങളുമൊക്കെ അറിയാമല്ലോ. ഞങ്ങളുമൊക്കെ ഇതൊക്കെ അറിയുന്ന ആളല്ലേ. രാഷ്ട്രീയവും കഴിഞ്ഞ 19 കൊല്ലത്തെ രാഷ്ട്രീയമൊക്കെ അറിയാവുന്ന ആളല്ലല്ലോ ഞങ്ങളെല്ലാം. ഞങ്ങൾ അപ്പം തന്നെ മറുപടി പറയില്ലേ? അറ്റ്ലീസ്റ്റ് എഴുതി കൊടുക്കുന്ന ആളിലെങ്കിലും ഇത് ശ്രദ്ധിക്കണ്ടേ? മുഖ്യമന്ത്രി ഇങ്ങനെ അവമാനിക്കാമോ? മുഖ്യമന്ത്രിയെ കൊണ്ട് അബദ്ധം പറയിപ്പിക്കുക, അതാണ് അബദ്ധം വായിപ്പിക്കുക, അതാണ് ഇപ്പോഴത്തെ സ്ഥിര പരിപാടി. ഏതോ ഒരു ഉത്തരം കണ്ടെന്ന് പറഞ്ഞിട്ട് 4000 വീട് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പറ്റില്ലെന്ന ആ മുഖ്യമന്ത്രിയെ പോലത്തെ ഒരാളെ കൊണ്ട് ഒരു കള്ളം പറയിപ്പിച്ചില്ലേ? എഴുതി കൊടുക്കുന്ന ആളുകൾ എന്തിനാ അദ്ദേഹത്തെ അവമാനിക്കുന്നത് ഇങ്ങനെ? മുഖ്യമന്ത്രി, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. ഒന്നാമത് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കാലമാണ്. പുള്ളി പറഞ്ഞത് അപ്പം തന്നെ ഞങ്ങളുടെ ഇതെല്ലാം ഉണ്ട്, എല്ലാ റെക്കോർഡ്സും ഉണ്ട്. ആ ഡോക്യുമെന്റ് തെറ്റാണെന്നേ. അത് പറഞ്ഞത് എന്താണ്? മുഖ്യമന്ത്രി നേരിട്ട് ചെയ്ത വീടുകളാണ്. അപ്പൊ നിങ്ങളും പറയണ 4000 വീടാന്ന്. ഞാൻ നിങ്ങൾക്ക് തന്നല്ലോ, ഷീറ്റ് തന്നല്ലോ. AK ബാലനും KT ജലീലും പിണറായി മന്ത്രിസഭയിലെ പട്ടികജാതി പട്ടികവർഗ വികസന പിന്നോക്ക വികസന മന്ത്രിയായ AK ബാലൻ നിയമസഭയിൽ നൽകിയ ഉത്തരം തന്നല്ലോ. എത്ര വീടുണ്ടെന്ന് കണ്ടല്ലോ. പ്ലസ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KT ജലീൽ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് എത്ര വീട് വെച്ചെന്ന് തന്നേക്കണ കണക്ക് കണ്ടല്ലോ. എന്നിട്ട് നാണമില്ല, 4000 വീടാ, 4000 വീട് ആ കാലത്ത്. അന്ന് വായിച്ചു നോക്കാൻ പറ. ഇത് ഞാൻ നിയമസഭയിൽ പറഞ്ഞതാണ്. നിയമസഭയിൽ പറഞ്ഞപ്പോൾ മിണ്ടിയില്ലല്ലോ മുഖ്യമന്ത്രി, മറുപടി പറഞ്ഞില്ല. ഈ എഴുതി കൊടുക്കുന്ന ആളുകളാണ് അദ്ദേഹത്തെ ഇങ്ങനെ കളിപ്പിക്കുന്നത്. നമ്മുടെ ആരെങ്കിലും ആണെന്ന് എനിക്ക് സംശയമുണ്ട്. പുള്ളി എങ്ങനെ കളിപ്പിക്കണം? അവിടെ ഈ എഴുതി കൊടുക്കണം, അവിടെ ആരെങ്കിലും ഒളിച്ചു കയറി വല്ല ആരെങ്കിലും കയറിയിട്ട് എന്തൊക്കെയാണ് പാവത്തിനെ കൊണ്ട് പറയിപ്പിക്കണത്? എനിക്ക് സംശയമുണ്ട്. നമ്മുടെ ആരെങ്കിലും കയറിയിട്ട് പുള്ളിയെ വരയ്ക്കാൻ വേണ്ടിയിട്ട് കയറിയാണ്. ഞാൻ അന്വേഷിക്കാം ഉറപ്പായിട്ട്. അത് വീട് നിർമ്മിച്ചുകൊണ്ടിരിക്കാനുള്ള കഴിഞ്ഞ ദിവസം വാർത്ത കണ്ടല്ലോ. എനിക്കറിയില്ല അതിന്റെ ഡീറ്റെയിൽസ്, ഞാൻ അറിയാൻ പാടില്ലാത്ത കാര്യം പറയില്ലല്ലോ. വാർത്ത കഴിഞ്ഞ ദിവസം കണ്ടു, അവരുടെ വീട് നിർമ്മാണം പൂർത്തിയായെന്ന് പറഞ്ഞൊരു വാർത്ത കഴിഞ്ഞ ദിവസം കണ്ടു. എനിക്കറിയില്ല, എനിക്ക് അറിയാത്ത കാര്യം ഞാൻ പറയില്ല. കൈരളി മാത്രമേ ചോദിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ, വേറെ ആർക്കും ചോദ്യമില്ലേ? എന്നെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ചോദിച്ചോ. നല്ല മര്യാദയ്ക്കായി ചോദിക്കണം, നല്ല ചോദ്യങ്ങളാണ്, ചോദിച്ചോ. FCRI ആക്ട് ആണോ? അപ്പൊ മോഡി സർക്കാർ പിന്തുണ കൊടുക്കണോ? ഒന്നുമില്ല, ഇതൊക്കെ വെറുതെ ഉള്ള പുതിയ കഥകളാണ്. FCRI ആക്ട് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ആക്ട് വേണം. കാരണം വിദേശ പണം ഇങ്ങോട്ട് വരുന്നതിന് നിയന്ത്രണം വേണം. FCRI റെഗുലേഷൻസ് ഉണ്ട്. ആ റെഗുലേഷൻസ് അനുസരിച്ച് പണം വന്നില്ലെങ്കിൽ തെറ്റായ രീതിയിൽ തീവ്രവാദ പ്രവർത്തനത്തിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ പണം വരും. അതുകൊണ്ട് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു നിയമമാണത്. ഇപ്പം ചെയ്യാൻ പോണതെന്ന് വെച്ചാൽ അതൊന്നും അല്ല, നിങ്ങളതിനെ ലഘുവാക്കണ്ട. ഇപ്പം ചെയ്യാൻ പോണത് ഗവൺമെന്റിന് വേണമെങ്കിൽ ലൈസൻസ് പുതുക്കി കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ അവർക്ക് വേണമെങ്കിൽ ആ കമ്മ്യൂണിറ്റിയുടെ ആരാധനാലയങ്ങൾ ടേക്ക് ഓവർ ചെയ്യാം, അവരുടെ വസ്തുവകകൾ ടേക്ക് ഓവർ ചെയ്യാം, അവർ പണിത സ്കൂള് ടേക്ക് ഓവർ ചെയ്യുക, അവർ പണിത കോളേജ് ടേക്ക് ഓവർ ചെയ്യുക, എന്തു വേണം ചെയ്യുക. അതെങ്ങനെയാണ്? അത് ഭരണഘടനാ വിരുദ്ധമാണ്, മൗലികാവകാശങ്ങൾക്ക് വിരുദ്ധമാണ്. മനസ്സിലായത്? വഖഫ് ബില്ലിലും അതുപോലത്തെ ഒരു ചതിയുണ്ട്. ഞങ്ങൾ അന്ന് പറഞ്ഞു വഖഫ് ബില്ലിനെ ആരും പിന്തുണയ്ക്കരുത്, കാരണം ചർച്ച് ബില്ല് വരുമെന്ന് പറഞ്ഞു. ചർച്ച് ബില്ല് ഇനി വേറെ വരാനിരിക്കുകയാണ്. അപ്പോൾ ക്രൈസ്തവ വിഭാഗങ്ങളുടെ പ്രോപ്പർട്ടീസ് ഉണ്ട് പല സ്ഥലത്തും, അത് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള വഴിയാണ് ഈ അമെൻമെന്റിലുള്ളത്. അല്ലാതെ പണ്ട് കോൺഗ്രസ് FCRI ആക്ട് വേണ്ടെന്ന് ആരെങ്കിലും പറയുമോ? FCRI ആക്ട് വേണം, കാരണം മറ്റാവശ്യമില്ലാത്ത ജീവകാരുടെ പ്രവർത്തനത്തിന് തന്നെയാണോ ഈ പണം കൊണ്ടുവരണമെന്ന് പരിശോധിക്കണം ഉറപ്പായിട്ടും. FCRI ആക്ട് നിർബന്ധമായിട്ട് വേണം. പക്ഷെ ഇപ്പം കൊണ്ടുവന്നിരിക്കുന്ന അമെൻമെന്റിലാണ് എതിര്. ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ വേറെ എന്തെല്ലാം കാര്യത്തിൽ വിദേശത്ത് പണം വരും. അപ്പോൾ വിദേശത്ത് പണം വരുമ്പോൾ ഗവൺമെന്റ് അറിയണം ഏത് കാര്യത്തിലാണ് വരുന്നത്. ഗവൺമെന്റിന്റെ ഒരു ഏജൻസി അത് അന്വേഷിക്കണം, കാര്യങ്ങൾ അന്വേഷിക്കണം. ഇതല്ല, ഇതിൻ്റെ അകത്തെ പ്രൊവിഷനില്ലേ? ഒരു ലൈസൻസ് പുതുക്കി കൊടുക്കാതിരുന്നിട്ട് ഒരു പള്ളി വേണമെങ്കിൽ ഏറ്റെടുക്കാം ഗവൺമെന്റിന്. അവർ തുടങ്ങിയിരിക്കുന്ന സ്കൂളോ കോളേജോ ഏറ്റെടുക്കാം, ഗവൺമെന്റിന്റെ ആവും, ഇവരെന്ന് പോയി. അത് അവരുടെ മൗലികാവകാശത്തിന്മേലുള്ള കടന്നുകയറ്റമാണ്. അതിനെ കോൺഗ്രസ് അതിശക്തിയായി എതിർക്കും ഉറപ്പായി, പാർലമെന്റിലും പുറത്തും. അതൊക്കെ സ്ഥാനാർത്ഥികൾ അങ്ങനെയെന്ന് പറയുള്ളൂ. സ്ഥാനാർത്ഥികൾ അങ്ങനെയല്ലേ പറയുള്ളൂ.
സ്ഥാനാർത്ഥിയെ ആരുടെ പിന്തുണ കിട്ടിയാലും സ്വീകരിക്കുന്നതല്ലാതെ സ്ഥാനാർത്ഥിയെ പറയണ്ട. അങ്ങനെയല്ലേ സ്ഥാനാർത്ഥികൾ പറയുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, പൊതുവായിട്ടുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ആ തീരുമാനം മാറ്റിയിട്ടില്ല UDF. മാറ്റിയാലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. UDFിൻ്റെ തീരുമാനം. നിങ്ങൾ അതിലാണ് വാർത്ത വെൽഫെയർ പാർട്ടി ഞങ്ങളെ പിന്തുണച്ചപ്പോൾ ബഹളമുണ്ടാക്കിയ, ഒച്ചപ്പാടുണ്ടാക്കിയ മുഖ്യമന്ത്രി പിണറായി വിജയനും CPM നേതാക്കന്മാരും SDPI CPMന് പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ എന്താണ് മിണ്ടാത്തത്? PDP പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ എന്താ മിണ്ടാത്തത്? അപ്പം അവരെ പിന്തുണച്ചാൽ മതേതരവാദികൾ അല്ലേ, ഞങ്ങളെ പിന്തുണച്ചാൽ വർഗീയവാദികൾ. ഇത് കയ്യിൽ വെച്ചാൽ മതി. ഇപ്പം കേരളത്തിൽ ഇവരുടെ മൂടുപടം അഴിഞ്ഞു വീണു. ഇവർ 4 വോട്ടിന് വേണ്ടി മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഡാഷ് ചെയ്യുന്നവരാണ്, ഞാൻ ആ വാക്ക് ഉപയോഗിക്കില്ല എന്ന് അവർ തന്നെ തെളിയിച്ചു. അല്ല, അതിലൊന്നും കാര്യമൊന്നുമില്ല. ഇപ്പം എനിക്കെതിരെ സ്ഥാനാർത്ഥി ഉണ്ടല്ലോ, SDPIയുടെ സ്ഥാനാർത്ഥിയുണ്ട്. CPM നിർബന്ധിച്ച് നിർത്തിയിരിക്കുക. CPMമായിട്ട് ധാരണയാണ് SDPI. നിർത്തിക്കുക. ഞാൻ ഇവിടെ നിർത്തിക്കോളാം. എന്താ നമുക്ക് നിന്നാലെന്താ? ഞാൻ അയാളെ വിളിച്ചോ, അവരെ വിളിച്ചൊന്നുമില്ലല്ലോ, അയാളെ മാറ്റിത്തരണമെന്ന് പറഞ്ഞു. അവർ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് എന്നെ പറവൂരിൽ കുഴിച്ചു മൂടും എന്ന് പറഞ്ഞിട്ട് പ്രസംഗിച്ചാണ്. എന്നെ കുഴിച്ചു മൂടും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. മുഖ്യമന്ത്രിക്കെതിരെ വിമർശനം മാത്രമല്ല, വലിയ പരിഹാസമാണ് സതീശന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. മുഖ്യമന്ത്രി തെറ്റായ കാര്യങ്ങൾ പറയുന്നു, അത് മുഖ്യമന്ത്രിയെ കൊണ്ട് ആരെങ്കിലും ചെയ്യിപ്പിക്കുന്നതാണോ, അത് തങ്ങളുടെ ഭാഗത്തുള്ള ആരെങ്കിലും ആണോ എന്നൊക്കെയുള്ള പരിഹാസമൊക്കെയാണ് VD സതീശന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ FCRA ഭേദഗതി ചട്ടവുമായി ബന്ധപ്പെട്ടും അദ്ദേഹം അഭിപ്രായം പറഞ്ഞു. അത്തരത്തിൽ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ ഹനിക്കുന്നത് തന്നെയാണ് ആ ബിൽ എന്ന്, ഭേദഗതി ബില്ലെന്ന് തങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് മൊത്തത്തിലൊരു സാർക്കാസ്റ്റിക് മാധ്യമ സമ്മേളനമായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.